Avoid the depression. We've been here before, and I won't be again. Fuck around like I'm brand new. I ain't tryna. ഹായ് ഗൈസ്, എല്ലാ കൂട്ടുകാർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. സോ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ പ്രിവ്യൂവിൽ കണ്ട ഈ ഒരു ഓഡിയോ എഡിറ്റിംഗ് ട്യൂട്ടോറിയലാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്യാനായിട്ട് പോകുന്നത്. സോ ഈ ഒരു ഓഡിയോ എഡിറ്റിംഗ് നമ്മൾ മെയിൻലി യൂസ് ചെയ്യുന്ന ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ കൈൻ മാസ്റ്ററും പിന്നെ എഡ്ജ് മിക്സ് എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷനാണ് നമ്മൾ മെയിൻലി യൂസ് ചെയ്യുന്നത്. സോ കൈൻ മാസ്റ്ററിൻ്റെ ലിങ്കും എഡ്ജ് മിക്സിൻ്റെ ലിങ്കും താഴെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടാവും. സോ നിങ്ങൾ അവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്യാം. സോ നമുക്ക് എന്തായാലും വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണാം. സോ നമുക്ക് എന്തായാലും വീഡിയോയിൽ കിടക്കാം. സോ ഞാൻ ഈ എഡ്ജ് മിക്സ് എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യാനായിട്ട് പോവാണ്. ഓക്കെ, ഓപ്പൺ ചെയ്തു. ഓപ്പൺ ചെയ്താൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആവും വരുന്നുണ്ടാവുക. സോ നിങ്ങൾ ലെഫ്റ്റ് സൈഡിലായിട്ട് മുകളിലായിട്ട് കാണുന്ന ഈ ഒരു മ്യൂസിക് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങളുടെ ഒരു മ്യൂസിക് ഇമ്പോർട്ട് ചെയ്യുക. ഞാനിവിടെ സെർച്ച് ബട്ടൺ ഉണ്ട്. അപ്പോൾ ഞാൻ ഈ ഒരു മ്യൂസിക് ഇമ്പോർട്ട് ചെയ്യുകയാണ്. ഓക്കെ, സോ നമ്മൾ മ്യൂസിക് ഇമ്പോർട്ട് ചെയ്താൽ ഇങ്ങനെ അടിയിലായിട്ടൊരു നമുക്ക് പ്ലേ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതേപോലെ തന്നെ നിങ്ങൾക്കിപ്പോൾ ഒരു എഫക്റ്റ്, ഈ ഒരു മ്യൂസിക്കിലേക്ക് നമ്മളൊരു എഫക്റ്റ് ആഡ് ചെയ്യുന്നുണ്ട്. സോ ഒരു എഫക്റ്റ് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു എഫക്ട്സ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ഒരു എഫക്റ്റ് ആഡ് ചെയ്യാം. പിന്നെ ഈ ഒരു റെക്കോർഡ് ബട്ടൺ എന്തിനാണെന്ന് വെച്ചാൽ നമുക്ക് നമ്മളുടെ ഓഡിയോ റെക്കോർഡ് ചെയ്യാനായിട്ടുള്ളതാണ്. സോ ഞാൻ ആ ഒരു ബീറ്റ് എനിക്ക് വേണ്ട ഒരു പാർട്ടിലോട്ട് പോവുകയാണ് ഞാൻ. ഈ ഒരു പാർട്ടിൽ നിന്നാണ് എനിക്ക് റെക്കോർഡ് ചെയ്യേണ്ടത്, അതേപോലെ തന്നെ എഫക്റ്റും കൊടുക്കുന്നുള്ളത് ഞാൻ ഈ ഒരു പാർട്ടിൽ നിന്നാണ്. സോ ഞാൻ ആ ഒരു പാർട്ടിലോട്ട് നമ്മൾ ടൈമിലേക്ക് കൊണ്ടുപോയി വെച്ചു. അതിനുശേഷം ഞാൻ ഈ ഒരു എഫക്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഒരു എഫക്റ്റ് ആഡ് ചെയ്യുന്നുണ്ട്. സോ നമ്മൾ ആഡ് ചെയ്യേണ്ട എഫക്റ്റ് എന്ന് പറഞ്ഞാൽ ബാൻഡ് പാസ് എന്ന് പറയുന്ന ഈ ഒരു എഫക്റ്റാണ് നമ്മൾ ആഡ് ചെയ്യേണ്ടത്. ഈ ഒരു എഫക്റ്റ് ആഡ് ചെയ്തിട്ട് ഗ്രാഫ് നമ്മൾ ഏകദേശം ഇത്രയും രീതിയിലുള്ളൊരു ഗ്രാഫ് നമ്മൾ ചെയ്യുക. ഗ്രാഫൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യുക. നിങ്ങൾ എന്തായാലും ഹെഡ്ഫോൺ യൂസ് ചെയ്തിട്ട് ഒന്ന് കേട്ട് നോക്കുക. അതിനുശേഷം ഈ ഒരു ഗ്രാഫൊക്കെ ഒന്ന് ജസ്റ്റ് അഡ്ജസ്റ്റ് ചെയ്ത് നോക്കുക. ഞാനിപ്പോൾ ഇത്രയും രീതിയിലാണ് ഗ്രാഫ് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുന്നത്. ഇനി നിങ്ങൾക്ക് ഈ ഒരു എഫക്റ്റ് നമ്മുടെ മ്യൂസിക്കിലേക്ക് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ലോക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യണം. ഈ ലോക്ക് ബട്ടൺ എനേബിൾ ആക്കിയാൽ മാത്രമേ നമ്മുടെ ഈ ഒരു എഫക്റ്റ് അതിലോട്ട് ആഡ് ആവത്തുള്ളൂ. ഇത് ഓഫ് ആക്കിയാൽ ആ ഒരു എഫക്റ്റ് നമ്മളുടെ മ്യൂസിക്കിലോട്ട് ആഡ് ആവത്തില്ല. സോ ഞാൻ എന്തായാലും ഈ ഒരു എഫക്റ്റ് കൊടുക്കാനായിട്ട് പോവുകയാണ്. അതിന് ഫസ്റ്റ് ഞാൻ റെക്കോർഡ് ബട്ടൺ ക്ലിക്ക് ചെയ്യാണ്. അതിനുശേഷം ഈ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് സോ ഞാൻ ആ ഒരു ബീറ്റ് നമ്മുടെ മ്യൂസിക്കിൽ ബീറ്റ് കൂടി വന്നപ്പോൾ ഞാൻ ഈ റെക്കോർഡ് ബട്ടൺ നിങ്ങൾ ഓഫാക്കുക കേട്ടോ. നിങ്ങളുടെ ഒക്കെ കഴിഞ്ഞാൽ നിങ്ങളുടെ ആ ഒരു പാർട്ട് കഴിഞ്ഞാൽ റെക്കോർഡ് ബട്ടൺ ഓഫാക്കുക. അപ്പോൾ നിങ്ങളുടെ ഒരു MP3 ഓട്ടോമാറ്റിക്കായിട്ട് സേവ് ആവും. ഓക്കെ, ഞാൻ ഈ ഒരു പാർട്ടിൽ നിന്നും ആ ഒരു ലോക്ക് ബട്ടൺ ഓഫാക്കി. അവിടെ നിന്ന് കുറച്ച് ബീറ്റ് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ ഓഫാക്കിയത്. ഓക്കെ, നിങ്ങൾ ഈ ഒരു കാര്യം ഇതൊക്കെ ശ്രദ്ധിച്ചിട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. എന്നിട്ട് ഈ ഒരു എഡ്ജ് മിക്സിലെ എല്ലാ വർക്കും കഴിഞ്ഞാൽ നിങ്ങൾ ബാക്ക് വരിക. ബാക്ക് വന്നിട്ട് കൈൻ മാസ്റ്റർ ഓപ്പൺ ചെയ്യുക. ഓക്കെ, നിങ്ങൾ കൈൻ മാസ്റ്റർ ഓപ്പൺ ചെയ്തിട്ട് ഒരു ഫയൽ സെലക്ട് ചെയ്യുക. നിങ്ങളൊരു റേഷ്യോ സെലക്ട് ചെയ്യുക. ഏതെങ്കിലും ഒരു റേഷ്യോ സെലക്ട് ചെയ്യുക. ഞാനിപ്പോൾ ഒരു റേഷ്യോ ആണ് സെലക്ട് ചെയ്യുന്നത്. ഓക്കെ, ഇനി നിങ്ങൾ മീഡിയയിൽ പോയിട്ട് ഒരു ബാക്ക്ഗ്രൗണ്ട് ആഡ് ചെയ്യുക. ജസ്റ്റ് വെറുതെ ഒരു ബാക്ക്ഗ്രൗണ്ട് ആഡ് ചെയ്യുക. ഒരു 30 സെക്കൻഡ് ആക്കിയിട്ട് നിങ്ങൾ എഡ്ജ് മിക്സിൽ ചെയ്ത ആ ഒരു മ്യൂസിക് ഇതിലോട്ട് ഇമ്പോർട്ട് ചെയ്യുക. ഫോൾഡറിൽ പോയിട്ട് ഇവിടെ നോക്കിയാൽ കാണാം എഡ്ജ് റെക്കോർഡ്സ് എന്ന് പറഞ്ഞ ഒരു ഫയലിൽ സേവ് ആയിട്ടുണ്ടാവും. സോ നിങ്ങൾ അതൊന്ന് ഇമ്പോർട്ട് ചെയ്യുക. സോ ഞാൻ ആ ചെയ്ത മ്യൂസിക് ഇതിലോട്ട് ഇമ്പോർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നിങ്ങൾ നിങ്ങളുടെ മ്യൂസിക്കിലുള്ള ബീറ്റ്സൊക്കെ ഒന്ന് മാർക്ക് ചെയ്ത് വെക്കുക. സോ ഞാനിവിടെ ബീറ്റ്സൊക്കെ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ടാവും. അത് സൗണ്ട് എഫക്റ്റിൻ്റെ പാക്കാണ്. സോ നിങ്ങൾ അത് ഡൗൺലോഡ് ചെയ്തിട്ട് ഇതിലോട്ട് ഇമ്പോർട്ട് ചെയ്യുക. സോ ഞാൻ മ്യൂസിക് ക്ലിക്ക് ചെയ്തിട്ട് ആ ഒരു സൗണ്ട് എഫക്റ്റ് ഇതിലോട്ട് ഇമ്പോർട്ട് ചെയ്യുകയാണ്. ഓക്കെ, കുറേ എഫക്റ്റ് ഏതെങ്കിലും ഒരു എഫക്റ്റ് ഇമ്പോർട്ട് ചെയ്യുക.
സോ ഞാൻ ഈ ഒരു എഫക്റ്റ് ഇമ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ വേറൊരു എഫക്റ്റും കൂടി ഇമ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഈ ഒരു എഫക്റ്റും ഇമ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതിനുശേഷം ജസ്റ്റ് ഒന്ന് ഒന്ന് സൂം ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ ടൈം ലൈൻ. എന്നിട്ട് ജസ്റ്റ് ചെയ്യുക, ഇങ്ങനെ ചെയ്യുക. സൗണ്ട് കൂട്ടണമെന്നുണ്ടെങ്കിൽ സൗണ്ട് 200% ആക്കി കൊടുക്കുക. ഓക്കെ, നിങ്ങളുടെ ബീറ്റിനനുസരിച്ച് ഇത് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. ഇനി നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഈ ഒരു സൗണ്ട് എഫക്റ്റ് വന്നിട്ട് ഈ ഒരു ഓഡിയോ എൻവലപ്പ് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇത്രയും ഡിസ്റ്റൻസിലൊരു കീ ആഡ് ചെയ്തിട്ട് ഫസ്റ്റ് കീ നമ്മൾ ഡിഗ്രീസ് ചെയ്ത് കൊടുക്കുക, 0% ആക്കി കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ വരും. അതേപോലെ തന്നെ എൻഡിങ്ങിലും ചെയ്യണം. ഒരു കീ ഫ്രെയിം ഇത്രയും ഡിസ്റ്റൻസിൽ ആഡ് ചെയ്യുക. അതിനുശേഷം ലാസ്റ്റ് കീ ഫ്രെയിം ഡിഗ്രീസ് ചെയ്ത് കൊടുക്കുക. ആ ഒരു ഫിനിഷിങ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി നിങ്ങൾ ഈ ഒരു എഫക്റ്റ്, നമ്മൾ ആദ്യം ആഡ് ചെയ്ത എഫക്റ്റ് ഉണ്ട്, ആ എഫക്റ്റിൻ്റെ സൗണ്ടും കൂട്ടി കൊടുക്കുക. വേണമെന്നുണ്ടെങ്കിൽ കൂട്ടി കൊടുക്കുക. ഇനി എൻവലപ്പിൽ പോയിട്ട് നിങ്ങൾക്ക് കൂട്ടി കൊടുക്കണമെന്നുണ്ടെങ്കിൽ അവിടെ നിങ്ങൾക്ക് മ്യൂസിക്കിൻ്റെ സ്പീഡ് കൂട്ടി കൊടുക്കില്ല, സൗണ്ട് കൂട്ടി കൊടുക്കാം. ഇനി നിങ്ങൾ ഇത്രയും ഡിസ്റ്റൻസിൽ വന്നിട്ട് ഈ ഒരു കീ ആഡ് ചെയ്യുക. അതിനുശേഷം ഫസ്റ്റ് കീ ഡിഗ്രീസ് ചെയ്ത് കൊടുക്കുക. ആ ഒരു ഫിനിഷിങ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതിനുശേഷം ഇവിടെ വന്നിട്ട് ഡിഗ്രീസ് ചെയ്ത് കൊടുക്കുക. ഇനി നിങ്ങൾ ബീറ്റിനനുസരിച്ച് കൊണ്ടുപോയി പ്ലേസ് ചെയ്യുക നിങ്ങളുടെ ഈ ഒരു സൗണ്ട് എഫക്റ്റ്. ഓക്കെ, ഞാൻ ആ ഒരു ബീറ്റിനനുസരിച്ച് ഇത് ഇവിടെ പ്ലേസ് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട്. സോ ഈ ഒരു രീതിയിലാണ് നമ്മൾ മൊബൈലിൽ ഓഡിയോ എഡിറ്റ് ചെയ്യുക. നിങ്ങളെല്ലാം കഴിഞ്ഞിട്ട് നിങ്ങൾ ആ ഒരു ഫയൽ എക്സ്പോർട്ട് ചെയ്യുക, കൈൻ മാസ്റ്ററിലിട്ടിട്ട് എക്സ്പോർട്ട് ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് വേണ്ട പാർട്ടിലോട്ട് ഇമ്പോർട്ട് ചെയ്തിട്ട് എഡിറ്റ് ചെയ്യുക ആ ഒരു മ്യൂസിക് വെച്ചിട്ട്. സോ ഇങ്ങനെയാണ് നമ്മൾ മ്യൂസിക് എഡിറ്റ് ചെയ്യുക. ഇപ്പോൾ വീഡിയോ ഇനിയും മനസ്സിലാവാത്തവരുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയച്ചാൽ മതി, ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും. സോ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇത്രയും സിമ്പിളാണ്. ജസ്റ്റ് കുറച്ച് നേരം ഇതിൽ ഇരിക്കണം ഓഡിയോ എഡിറ്റ് ചെയ്യാനായിട്ട്. ഞാൻ നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ യൂട്യൂബിൽ സെർച്ച് ചെയ്യാം ഓഡിയോ എഡിറ്റിന്ന്. നിങ്ങൾക്ക് വേണ്ട മ്യൂസിക് അതിൻ്റെ പേര് ടൈപ്പ് ചെയ്തിട്ട് അതിൻ്റെ ശേഷം എഡിറ്റ് ഓഡിയോ എന്ന് കുറിച്ച് സെർച്ച് ചെയ്താൽ നമുക്ക് ഓഡിയോ എഡിറ്റ്സ് കിട്ടും. സോ നിങ്ങൾ ആ ഒരു സംഭവം വെച്ചിട്ട് എഡിറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതാകും കുറച്ചും കൂടി ബെറ്റർ. നമുക്ക് ആൻഡ്രോയിഡിൽ ഇത്രയും രീതിയിലാണ് ഇപ്പോൾ ഓഡിയോ എഡിറ്റ് ചെയ്യാനായിട്ട് സാധിക്കുക. സോ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കണ്ട എല്ലാവർക്കും ഒരുപാട് നന്ദി. താങ്ക്സ് ഫോർ വാച്ചിങ്. സീ നെക്സ്റ്റ് ടൈം. ബൈ.